നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്ന സംശയമാണ് നമുക്ക് എപ്പോൾ കുളിക്കാം, അഥവാ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള പാടുകൾ അത് എപ്പോൾ മാറും, നമുക്ക് എന്തൊക്കെ ലോഷൻസ് അതിനു വേണ്ടി പുരട്ടാം എന്നുള്ള കാര്യങ്ങൾ. സാധാരണയായിട്ട് 5 മുതൽ 7 ദിവസം വരെ ഈ ചിക്കൻ ബോക്സ് വന്ന ആളുകളിലുള്ള ബോയിൽസ് അഥവാ കുമിളകൾ അത് ആക്റ്റീവ് ആയിരിക്കും, അത് പഴുപ്പ് നിറഞ്ഞതായിരിക്കും. ഈ സമയത്ത് കുളിക്കുകയാണെങ്കിൽ ഈ കുമിളകൾ പൊട്ടാനും അതുപോലെ തന്നെ പഴുപ്പൊക്കെ ശരീരമാസകലമാവാനും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും അതേപോലെ ചൊറിച്ചിലും വേദനയും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ ബോക്സ് വന്ന ആളുകളിൽ 7 മുതൽ 10 ദിവസത്തിനകം ഈ കുമിളകൾ കരിഞ്ഞു തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ബോയിൽസ് പൂർണ്ണമായും കരിഞ്ഞതിന് ശേഷം ചിക്കൻ ബോക്സ് വന്ന ആളുകൾക്ക് കുളിക്കാവുന്നതാണ്. അതേപോലുള്ള സംശയമാണ് ഈ കുളിക്കുന്ന വെള്ളത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചേർക്കണോ എന്ന്. നമ്മുടെ നാടുകളിൽ സാധാരണയായിട്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള ആളുകൾ കുളിക്കുന്ന വെള്ളത്തിൽ വേപ്പിൻ്റെ അതായത് നമ്മുടെ വേപ്പിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കുളിക്കുന്ന വെള്ളത്തിൽ വേപ്പോ അല്ലെങ്കിൽ ത്രിഫല ചൂർണമോ അല്ലെങ്കിൽ നാൽപ്പാമരാതി ചൂർണം ഇട്ട് തിളപ്പിച്ച ആറിയ വെള്ളം കൊണ്ട് കുളിക്കുന്നത് ചിക്കൻ ബോക്സ് വന്ന ആളുകളിൽ ഉണ്ടാകുന്ന നീറ്റലും അതുപോലെ തന്നെ ചൊറിച്ചിലും ഒക്കെ കുറയാൻ ഏറെ സഹായകരമായ ഒന്ന് തന്നെയാണ്. അതേപോലെ ആളുകൾ ചോദിക്കുന്ന സംശയമാണ് ഈ പാടുകൾ എപ്പോൾ മാറും എന്നുള്ളത്. ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള ആളുകളിൽ പാടുകൾ മാറാൻ ഓരോ ആളുടെ ശരീരത്തിൽ വേറെ വേറെ സമയമാണ് എടുക്കാറ്. സാധാരണയായിട്ട് ഒരു കുമിള വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കുമിളകൾ വന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാടുകൾ മാറാൻ കുറച്ച് ഏറെ കാലതാമസം എടുക്കും. 2 മാസം മുതൽ 1 വർഷം വരെ ഈ ചിക്കൻ ബോക്സ് കൊണ്ടുണ്ടായിട്ടുള്ള കലകൾ മാറാൻ സമയം എടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമുക്ക് ചിക്കൻ ബോക്സ് കൊണ്ടുണ്ടായിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടി തേങ്ങാപ്പാലിൽ പച്ചമഞ്ഞളൊക്കെ അരച്ചു പുരട്ടാറുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പാടുകൾ മാറാൻ വേണ്ടിയിട്ടുള്ള ക്രീംസോ ലോഷൻസോ തൈലങ്ങളോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ചിക്കൻ ബോക്സ് കൊണ്ടുണ്ടായിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടി നാൽപ്പാമരാതി കേരം അതേപോലെ ദിനേശവല്യാതി കേരം ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളോട് ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ തൈലങ്ങൾ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ശരീരം ഹീലാവാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ ഒരുപാട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളം നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചിക്കൻ ബോക്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.